പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു കലാരൂപങ്ങളെയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് കലാകാരന്മാർ നിങ്ങളുടെ കയ്യടി കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ എളിയ ഒരു കലാകാരനാണ് ഞാൻ. നിങ്ങൾ ചേട്ടനോട് പറഞ്ഞു ഞാൻ ഒരുപാട് സിനിമയിൽ ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഓരോ തവണ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ സ്നേഹത്തോടുകൂടിയുള്ള തിയേറ്ററിൽ നിങ്ങൾ തന്നിട്ടുള്ള കയ്യടി തന്നെയാണ്. ഈ കയ്യടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, കാരണം ആ കയ്യടിയുടെ കൂടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം, അതുപോലെ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഒരു സിനിമ കാണാൻ നിങ്ങൾ കൊടുക്കുന്ന ഒരു സമയം, നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ, ആ പൈസ നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നാണ് എടുത്ത് ചെലവഴിക്കുന്നത്. അതിൽ നിന്നൊരു അംശമാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് എന്നെ ഈ സിനിമയിൽ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. കയ്യടി ഇതൊന്നും പോരാട്ടോ, വെറുതെ 2 കൈ കൂട്ടിയടിച്ചാൽ കിട്ടാവുന്ന സംഭവം. പക്ഷെ അതിൻ്റെ മഹത്വം, അതിൻ്റെ എനർജി ഭയങ്കര വലുതാണ് ഞങ്ങളുടെ കലാകാരന്മാർ. ഞാൻ വിചാരിച്ചത് ആദ്യത്തെ തവണ വന്നപ്പോഴും 2ാമത്തെ തവണ വന്നപ്പോഴും ഞാൻ വിളിച്ചു അജിബായി വിളിക്കുമ്പോൾ വരാതെ പറയാമെങ്കിലും പുള്ളോട് ഞാൻ ചോദിക്കും, ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്ന അവിടെ ആൾക്കാരൊക്കെ വരുമോ കാണാൻ എന്ന് ചോദിക്കാറ്. കാരണം ഒരാളെ എത്ര തവണ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ 33 വർഷമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കില്ല, എന്നിട്ട് അവർ കൂടിയല്ലേ പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് വാ എന്ന് പറയുന്ന ഒരു ആവേശം അതിവിടെ വരുമ്പോൾ ഈ ക്ഷേത്രത്തെ പെട്ടെന്ന് പ്രത്യേകിച്ച്, കാരണം എന്നും മനസ്സുകൊണ്ട് ആരാധിക്കുന്ന, മനസ്സുകൊണ്ട് നമിക്കുന്നതാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതിയെ. ഗണപതി ഭഗവാനെ വെക്കാതെ നമ്മൾ ഒരു കാര്യത്തിനും മുന്നിലേക്ക് ഒരു കാര്യത്തിനും നമ്മൾ മുന്നോട്ട് പോകാറില്ല. എല്ലാ വിഘ്നങ്ങളും മാറ്റി നമ്മുടെ ജീവിതം സർവ്വ ഐശ്വര്യങ്ങളിലേക്ക് നയിക്കുന്ന ഈ വിഘ്നേശ്വരൻ്റെ മുന്നിൽ, അതുപോലെ ശ്രീ പരമേശ്വരൻ്റെ മുന്നിൽ വന്ന് നിങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ എനിക്ക് ഭാഗ്യം തന്നതിൽ, അതുപോലെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഇതുപോലെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് ഞാൻ പാട്ടുകാരനല്ല, ഞാൻ വല്ല മിമിക്രിയൊക്കെ ചെയ്ത് ഇവിടെ വരെ വന്ന ഒരാളാണ്. ഞാൻ പാടുന്ന പാട്ട് അറിയാലോ, ഇതൊക്കെയാണ് നമ്മുടെ പാട്ട്. മറ്റുള്ളവർ പാട്ടത്തെ ഇദ്ദേഹം